കേരളം സജീവമായി ചർച്ച ചെയ്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കണ്ണൂർ EDM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയെ കുരുക്കിലാക്കി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. പി ദിവ്യ യാത്രയപ്പ് യോഗത്തിനെത്തിയത് ആസൂത്രിതമെന്നും ദൃശ്യം ചിത്രീകരിച്ചത് ദിവ്യയുടെ ആവശ്യപ്രകാരം എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കെ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ എന്തൊക്കെ കണ്ടെത്തലുകളുണ്ട് ഉമേഷ്? പ്രധാനമായി നമുക്ക് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ 3 ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന്, നവീൻ ബാബു കൈക്കൂലിക്കാരനാണോ എന്ന ചോദ്യം. അല്ല എന്ന് അസന്നിഗ്ധമായി ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഈ പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടി ഒരു രീതിയിലും കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. ഒപ്പം ഈ പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള അപേക്ഷയുടെ ഫയലിൽ മേൽ ഏതൊരുവിധ കാലതാമസവും ഉണ്ടാക്കിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, യാത്രയപ്പ് ചടങ്ങിൽ പി ദിവ്യ വന്നത് യാദൃശ്ചികമെന്നായിരുന്നു ദിവ്യയുടെ വാദം. എന്നാൽ അതങ്ങനെ അല്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അതായത് അന്ന് യാത്രയപ്പ് ചടങ്ങ് നടക്കുന്നുണ്ട് എന്ന് ദിവ്യയ്ക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ദിവ്യ കളക്ടറുടെ ഓഫീസിൽ 4 തവണ വിളിച്ച് ഈ പരിപാടിയുടെ സമയം കൃത്യമായി ഉറപ്പിച്ചിരുന്നു. ഉറപ്പിച്ച പ്രകാരമാണ് ഈ പരിപാടിയിലേക്ക് എത്തുന്നത്. അതായത് ഇക്കാര്യങ്ങളെല്ലാം ഈ പൊതുചടങ്ങിൽ, അതായത് യാത്രയപ്പ് നടക്കുന്ന അതേ ദിവസം ഇത്രയും കാലം സേവനമനുഷ്ഠിച്ച എല്ലാ ജീവനക്കാരുടെയും മുന്നിൽ വെച്ച് ഈ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ദിവ്യ നിശ്ചയിച്ച് ഉറപ്പിച്ച് തന്നെയാണ് ആ പരിപാടിയിലേക്ക് വരുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ഏതോ ഒരു ചാനൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പുറത്തുവിടുകയായിരുന്നു. അതുമായി തനിക്കൊരു ബന്ധവുമില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ അത് തെറ്റ് എന്ന് തെളിയിക്കുന്നതാണ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. അത് ഇപ്രകാരമാണ്. കണ്ണൂർ വിഷൻ എന്ന പ്രാദേശിക ചാനലാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. കണ്ണൂർ വിഷനെ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ചുമതലപ്പെടുത്തിയത് പി ദിവ്യയായിരുന്നു. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ശേഷം ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചതും ദിവ്യ തന്നെയാണ്. അതായത് യാദൃശ്ചികമായി ഏതെങ്കിലും ഒരു ചാനൽ വന്ന് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതല്ല. ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നതിനൊപ്പം ആ ആരോപണം വിവിധ ചാനലുകൾ വഴി പൊതുസമൂഹത്തിലേക്ക് മുന്നിൽ എത്തിക്കുകയും ഈ ADM നവീൻ ബാബുവിനെ അപമാനിക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യവും പി ദിവ്യയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. റിപ്പോർട്ടിൽ മേൽ മരണകാരണം സംബന്ധിച്ച് വിശദമായ പോലീസ് അന്വേഷണം നടത്തണമെന്നുള്ള ശുപാർശയും റിപ്പോർട്ടിൽ ഉണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കുടുംബം പലതവണ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് ദിവ്യക്കെതിരെ. എന്തായാലും ആരോപണങ്ങളെല്ലാം ശരി എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്നത്. ഉന്മേഷ്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കെ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പി ദിവ്യയുടെ കൃത്യമായ ആസൂത്രണം എന്നുകൂടി ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ വ്യക്തമാകുന്നു. കുടുംബത്തിന്റെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടെന്ന് കെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. CBI അന്വേഷണത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും CPIM-ൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നില്ലെന്നും മഞ്ജുഷ 24-നോട് പറഞ്ഞു. ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ 24-നോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നൽകിയിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ സത്യസന്ധമായ റിപ്പോർട്ടാണ്. അതിൽ വളരെയധികം ആശ്വാസമുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തിപ്പോൾ വന്നതിൽ. നമ്മളെ പലതരത്തിൽ ക്രൂശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടിയല്ലേ? കാരണം ആ വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ റിപ്പോർട്ട് വരുന്നു, അതിന് ഒരു തരത്തിലും കൈക്കൂലി വാങ്ങി എന്നുള്ളൊരു തെളിവില്ല എന്നൊക്കെയാണ് വരുന്നത്. അതെ, മാനസികമായിട്ടും വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിപ്പോൾ. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് വളരെയധികം ആശ്വാസമാണ്. ഈ പി ദിവ്യ കൃത്യമായൊരു ഗൂഢാലോചന നടത്തി അവിടെ അങ്ങനെ നിശ്ചയിച്ച പോലെയാണ് വരുന്നതൊക്കെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് പറയാനില്ല. ജോയിന്റ് കമ്മീഷണറുടെ ഏതായാലും കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഹൈക്കോടതിയിൽ നമുക്ക് ചെറിയ തിരിച്ചടിയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. CBI അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുകൂല നിലപാടുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ സുപ്രീം കോടതി പോകും. എന്താണ് നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ആയി വരുന്നു. ഉടൻ തന്നെ ഉണ്ടാവും കോടതി, മിക്കവാറും ഉണ്ടാവും. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മളെ മുകളിൽ ചില സാധനങ്ങൾ കെട്ടിച്ചമച്ച് ഗൂഢാലോചനയാണെന്നുള്ള സാധനങ്ങളല്ലേ ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെയൊക്കെ പുറത്തു വരുന്നത്? അതെ, ഗൂഢാലോചനയായിട്ട് നമുക്ക് ആദ്യം തന്നെ അത് തന്നെയാണ് സംശയം തോന്നിയത്. നമ്മുടെ കേസിൽ ഞങ്ങൾ ഗൂഢാലോചന തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സാധനങ്ങളാണ്, റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. അതെ. കുടുംബത്തെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസമാണ്. കാരണം ഒരു കളങ്കത്തോടു കൂടി ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് ഇപ്പോൾ കുറച്ച് മാറിയിട്ടില്ലേ ആ ഒരു? പിന്നെ തീർച്ചയായിട്ടും ആശ്വാസമാണ് ഈ ഒരു റിപ്പോർട്ട്. ഓക്കെ, അതാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പറയുന്ന റിപ്പോർട്ട് ആശ്വാസകരമാണ്. കൃത്യമായി ഒരു കളങ്കം ചാർത്തപ്പെട്ട വ്യക്തിയെ കൃത്യമായി അതല്ല എന്ന് പറയുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലും AV ജയശങ്കർ 24 പത്തനംതിട്ട.
നവീൻ ബാബുവിന് നീതി കിട്ടുമോ എന്നുള്ള ചോദ്യം എബ്രഹാം തോമസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നമ്മളിനി സംസ്ഥാനത്തെ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകുന്നു. പിടിമുറുക്കുന്ന ലഹരി കൈകൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ലഹരിയുടെ വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ പോലീസ് പരിശോധനയ്ക്കിടെ MDMA പാക്കറ്റുകൾ വിഴുങ്ങിയ യുവാവ് മരിച്ചു. മൈക്കാവ് സ്വദേശി ഷാനിദാണ് മരിച്ചത്. നിരവധി ലഹരി കേസുകളിൽ പ്രതിയായിരുന്നു ഷാനിദെന്ന് പോലീസ് പറയുന്നു. താമരശ്ശേരി അമ്പായത്തോട് പള്ളിക്ക് സമീപത്ത് വെച്ച് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഷാനിദിനെ പോലീസ് കാണുന്നത്. പോലീസ് തന്നെ കണ്ടെന്നറിഞ്ഞ ഷാനിദ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോലീസ് വിട്ടില്ല. ഷാനിദിനെ സാഹസികമായി പിടികൂടി. പോലീസിന്റെ പിടിയിലായതോടെയാണ് താൻ MDMA പാക്കറ്റുകൾ വിഴുങ്ങിയെന്ന് ഷാനിദ് വെളിപ്പെടുത്തിയത്. പിന്നാലെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. എൻഡോസ്കോപ്പി നടത്തിയതിൽ പാക്കറ്റിനുള്ളിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള വസ്തുവാണെന്ന് കണ്ടെത്തി. പിന്നീട് MDMA ആണെന്ന് സ്ഥിരീകരിച്ചു. അളവിൽ കൂടുതൽ MDMA ശരീരത്തിലെത്തിയാൽ മരണത്തിനിടയാക്കും എന്നതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഷാനിദിനെ പ്രവേശിപ്പിച്ചത്. രാവിലെ 11 മണിയോടെ മരണം സംഭവിച്ചു. പ്രദേശത്ത് ലഹരി സംഘങ്ങളുടെ ശല്യം രൂക്ഷമെന്ന് ഷാനിദിന്റെ നാട്ടുകാർ എന്ന നിലയിൽ ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഒക്കെ സിന്തറ്റിക് ലഹരിക്കെതിരായിട്ടുള്ള കൂട്ടായ്മകൾ വർദ്ധിപ്പിക്കുകയും ഇവിടെ ഒരുപാട് ആളുകൾ അങ്ങനെ മോചിപ്പിച്ചെടുത്തൊരു സ്ഥലം കൂടിയാണിത്. ഷാനിദ് നേരത്തെയും ലഹരി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. താമരശ്ശേരി, കോടഞ്ചേരി സ്റ്റേഷനുകളിലാണ് ഇയാൾക്കെതിരെ കേസുള്ളത്. ഗൾഫിലുണ്ടായിരുന്ന ജോലി അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ഷാനിദ് ലഹരി മരുന്ന് വിൽപ്പനയിൽ സജീവമാവുകയായിരുന്നു. പോലീസിനെ കണ്ട് ഭയന്നാണ് ഷാനിദ് തന്റെ കൈവശമുള്ള 2 MDMA പാക്കറ്റ് വിഴുങ്ങിയത്. ഉയർന്ന അളവിൽ രാസലഹരി വയറ്റിലേക്ക് എത്തിയതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ലഹരിക്കെതിരായ ശക്തമായ പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനിടെ കൊച്ചിയിൽ നിന്ന് പുറത്തുവരുന്ന ഒരു വാർത്ത കുട്ടികളുടെ ലഹരി ഉപയോഗ കേന്ദ്രത്തെക്കുറിച്ചാണ്. പേരണ്ടൂർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്താണ് തീരം എന്നു പേരിട്ട ലഹരി ഉപയോഗ കേന്ദ്രം. പലതവണ വിവരമറിയിച്ചിട്ടും ഒരു തവണ പോലും പോലീസ് ഇവിടെ എത്തിയിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. 24 ഇൻവെസ്റ്റിഗേഷൻ. എളമക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ലഹരി ഉപയോഗിക്കാനായി കണ്ടെത്തിയ കേന്ദ്രത്തിന്റെ പേരാണ് തീരം. ആ തീരം കണ്ടെത്തി അവിടെ എത്തിയ ഞങ്ങൾക്ക് കാണാനായ ആദ്യത്തെ കാഴ്ചയായിരുന്നു ഇത്. ഇത്തരത്തിൽ രാസലഹരിയുടെ നിരവധി ഉപയോഗിച്ച കവറുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വിശാലമായ പേരണ്ടൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഈ ഭാഗമാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പ്രധാന ലഹരി ഉപയോഗ കേന്ദ്രം. തീരമെന്ന ഓമന പേരിട്ടാണ് ഇവിടെ ലഹരി ഉപയോഗിക്കാൻ കുട്ടികൾ എത്തുന്നത്. വാട്സാപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും സന്ദേശം ലഭിച്ചാണ് ഇവിടേക്ക് ലഹരി ഉപയോഗത്തിന് കുട്ടികൾ എത്തുന്നത്. നാട്ടുകാർ പോലീസിന് വിവരമറിയിച്ചെങ്കിലും ഇങ്ങോട്ട് പോലീസ് വരാറില്ല. ഇതാണ് ലഹരി മാഫിയ തണലാക്കുന്നത്. എളമക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സ്ഥലം. പ്രദേശത്താകെ ലഹരി ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞ നിരവധി സിപ്പ് കവറുകൾ, ലഹരി ഉപയോഗിക്കാൻ പേപ്പറുകൾ വാങ്ങിയതിന്റെ തെളിവുകളും ഇവിടെ കാണാം. രാത്രി 7 മണി മുതൽ പുലർച്ചെ വരെ കുട്ടികൾ ഇവിടെ ഉണ്ടാകാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇന്നലെ ഈ വിവരം സംസാരിച്ചതിനു പിന്നാലെ ചില വീടുകൾക്ക് നേരെ ലഹരി വലയത്തിൽപ്പെട്ടവർ കല്ലുകൾ വലിച്ചെറിഞ്ഞു. വിവരം പോലീസിൽ അറിയിച്ചെങ്കിലും പതിവ് പോലെ പോലീസ് എത്തിയില്ല. പെൺകുട്ടികളെ അടക്കം ഇവിടെ എത്തിച്ച് ലഹരി നൽകുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. രാഹുൽ VS-നൊപ്പം S. ശ്യാംകുമാർ, 24 കൊച്ചി. ബൈക്ക് തടഞ്ഞ എക്സൈസ് ഉദ്യോഗസ്ഥനെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം രക്ഷപ്പെട്ട ലഹരി കേസിലെ പ്രതിയെ പോലീസ് പിടികൂടിയ അനുഭവം വയനാട്ടിൽ നിന്നാണ്. ഇന്നലെ രാത്രി ബാവലി ചെക്ക് പോസ്റ്റിലാണ് വാഹന പരിശോധനയ്ക്കിടെ ഈ സംഭവം ഉണ്ടായത്. നേരത്തെ ലഹരി കേസിൽ പ്രതിയായ 5-ാം മൈൽ സ്വദേശി ഹൈദറാണ് പോലീസിന്റെ പിടിയിലായത്. ഉദ്യോഗസ്ഥരുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന വിധത്തിലാണ് ലഹരി മാഫിയയുടെ ഇടപെടൽ. ഇത്തരമൊരു സംഭവം ഉണ്ടായത് കർണാടക വയനാട് അതിർത്തിയായ ബാവലി. ഇന്നലെ രാത്രി 8:30 ബാവലി ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തുകയായിരുന്നു എക്സൈസ് സംഘം. ബൈക്കിൽ വന്നിരുന്ന ഹൈദറിനെ പരിശോധനയ്ക്കായി തടഞ്ഞു. മുന്നിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ജയ്മോനെ
ഇടിച്ചു തെറിപ്പിച്ചിട്ട് ബൈക്ക് മുന്നോട്ടു പോയി. ഗുരുതരമായി പരിക്കേറ്റ ജയ്മോനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പല്ലുകൾ നഷ്ടമായി. താടിയലിനും ഗുരുതരമായി പരിക്കുണ്ട്. 5 മൈൽ ഭാഗത്തുള്ള ഹൈദർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാൾക്ക് മുൻപും നമ്മളെ എക്സൈസ് ഓഫീസുമായി ബന്ധപ്പെട്ട് നിരവധി NDPS കേസുകൾ നിലവിലുള്ള വ്യക്തിയാണ്. ഇത്തരം ബാവലി കേന്ദ്രീകരിച്ച് വൻ കഞ്ചാവും അതുപോലെ തന്നെ മദ്യവും കേരളത്തിലേക്ക് ഒഴുകുന്ന മെയിൻ കേന്ദ്രമാണ് കർണാടകയിലുള്ള വൈരപ്പ. അവിടെ നിന്നാണ് ഇവർ ഈ സാധനം എടുത്തു വരുന്നത്. അതിന്റെ ഭാഗമായാണ് നമ്മൾ പരിശോധന നടത്തിയത്. ഹൈദറിനെ പിന്നീട് പോലീസ് പിടികൂടി. മാനന്തവാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇയാൾ ചികിത്സ തേടി എത്തുന്നതിനിടെയാണ് പിടിയിലായത്. പരിക്കുള്ളതിനാൽ ഇയാളെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മറ്റൊരു യാത്രികൻ കൂടി ഉണ്ടായിരുന്നു. ഇരുവർക്കും ലഹരികടത്തുമായി ബന്ധമുണ്ട് എന്നാണ് എക്സൈസും പോലീസും കരുതുന്നത്. ഹൈദർ നേരത്തെ ലഹരികടത്തിന് പിടിയിലായ ആളാണ്. കർണാടകയിൽ നിന്നും അതിർത്തി കടന്നെത്തുന്ന ലഹരി വസ്തുക്കളെ പ്രതിരോധിക്കാൻ പോലീസും എക്സൈസും സദാ ജാഗരൂകരാണ്. നിരവധി കേസുകളാണ് ഇതിനകം തന്നെ പിടികൂടിയിട്ടുള്ളത്. ബാവലിയിൽ മാത്രമല്ല, മുത്തങ്ങയിലും മറ്റ് ചെക്ക് പോസ്റ്റുകളിലും കർക്കശ പരിശോധന തുടരുകയാണ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ലഹരി മാഫിയ ഇങ്ങനെ ഒരു ഭാഗത്ത് പിടിമുറുക്കുന്നുണ്ട്. പോലീസിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടുക. ഇപ്പോക്ക് പോയാൽ ദൈവത്തിന്റെ സ്വന്തം നാട് ഡി അഡിക്ഷൻ സെന്ററുകൾ കൊണ്ട് നിറയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ലഹരി മാഫിയയുടെ പിടിയിൽ അമരുകയാണ് കേരളം. വെറുതെ പറയുന്നതല്ല, കേരള പോലീസിന്റെ കണക്കുകൾ അധികരിച്ച് പറയുന്നതാണ്. ഈ വർഷം ജനുവരിയിൽ മാത്രം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് 1999 ലഹരി കേസുകളാണ്. 2024 രജിസ്റ്റർ ചെയ്തത് 27,530 കേസുകൾ. 2016 മുതലുള്ള കേസുകൾ എടുത്ത് പരിശോധിക്കാം. ആ വർഷം രജിസ്റ്റർ ചെയ്തത് 5,924 കേസുകൾ. 2017 ഇത് 9,244 വർദ്ധിച്ചു. 2018 8,724 കുറഞ്ഞു. 2019 വീണ്ടും വർധന 9,245. കോവിഡ് മഹാമാരി വന്ന 2020 ലോക്ക്ഡൌണും പരിശോധനയും കർശനമായി. ആ സമയത്ത് ലഹരി കേസുകൾ ഗണ്യമായി കുറഞ്ഞു. എന്നാൽ തൊട്ടടുത്ത വർഷം 2021 5,695 കേസുകളായി വർദ്ധിച്ചു. ഇനിയാണ് കേരളം ഞെട്ടുന്ന കണക്ക്. രണ്ടായിരത്തി 2022 രജിസ്റ്റർ ചെയ്തത് 26,619 കേസുകളാണ്. തൊട്ടടുത്ത വർഷം ഇത് 30,697 കർശന പരിശോധനയും നിയമം കൃത്യമായി നടപ്പാക്കുന്നതും കൊണ്ടാണ് ഇത്രയും കേസുകൾ ഉണ്ടാകുന്നതെന്ന് സർക്കാരിന് വാദിക്കാം. പക്ഷേ അതല്ല സ്ഥിതി. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം തകൃതിയാണ് കേരളത്തിൽ. യുവതലമുറയ്ക്ക് ലഹരിയോട് ആഭിമുഖ്യം കൂടി വരുന്നതായി എക്സൈസ് മന്ത്രി തന്നെ സമ്മതിക്കുന്നു. ലഹരിയോടുള്ള ആകർഷണം കൗമാരക്കാരിലും ചെറുപ്പക്കാരിലും ഏറി വരുന്നു എന്നതൊരു പ്രശ്നമാണ്. സർക്കാരിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ സർക്കാർ ഒറ്റയ്ക്ക് മാത്രം നേരിടേണ്ടതെന്നല്ല, സാമൂഹിക വിപത്തിനെ സമൂഹമാകെയാണ് നേരിടേണ്ടത്. നാം വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു പ്രശ്നമാണ് കേരളത്തിൻ്റെ പൊതുവായ മാനസികാരോഗ്യം, പ്രത്യേകിച്ച് കൗമാരക്കാരുടെയും ചെറുപ്പക്കാരുടെയും മാനസികാരോഗ്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ച വിദഗ്ധമായ ആഴത്തിലുള്ള വിശകലനവും പഠനവും ഗവേഷണവുമൊക്കെ ഇന്ന് ആവശ്യമാണ്. ഓപ്പറേഷൻ ഡി ഹണ്ട്, വിമുക്തി, സ്കൂളുകളും ക്യാമ്പസുകളും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ലഹരിക്കെതിരെ സർക്കാർ ഇടപെടലുകൾ നിരവധിയാണ്. പക്ഷേ കേരളത്തിൽ ദിനേന പുറത്തുവരുന്ന വാർത്തകൾ കാണുമ്പോൾ ഇതെല്ലാം തൊലിപ്പുറത്ത് നടത്തുന്ന ചികിത്സയായി വേണം വിലയിരുത്താൻ. ലഹരിക്കെതിരെ ബോർഡ് സ്ഥാപിച്ചതുകൊണ്ടോ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിയതുകൊണ്ടോ കേരളത്തെ കാർന്നു തിന്നുന്ന ഈ ക്യാൻസറിനെ നശിപ്പിക്കാനാകില്ല. വേണ്ടത് ലഹരി മാഫിയയുടെ അടിവേരറുക്കലാണ്. റിസർച്ച് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പൊതുജനം കഴുതല്ല എന്ന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ലോക വനിതാ ദിനമാണ്. 24 ഫ്ലവേഴ്സും സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റൺ ഇന്ന് കൊച്ചിയിൽ. വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പ്രമുഖർ ഈ മാരത്തണിന്റെ ഭാഗമാകും. രാത്രി 9 മണിക്ക് കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്നാണ് മാരത്തൺ ആരംഭിക്കുക. എസ് ശ്രീകാന്ത് ഇപ്പോൾ വിശദാംശങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വിവരങ്ങൾ പറയൂ. ഗുഡ് ഈവനിങ് ഉന്മേഷ്. ഉന്മേഷ്, ഈ കമാനത്തിൽ കാണുന്ന അതൊന്ന് വായിക്കാം. സെലിബ്രേറ്റിംഗ് വിമൻഹുഡ്, അതിൽ തന്നെയുണ്ട് എല്ലാം. 24ഉം ഫ്ലവേഴ്സും സംയുക്തമായി വനിതാ ദിനം വളരെ വലിയൊരു ഇവന്റായി കൊണ്ടാടുകയാണ്. നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഈ
വനിതാ ദിനത്തിൽ പിങ്ക് മിഡ് നൈറ്റ് റൺ നടത്താറുണ്ട്. പക്ഷേ ഇത്തവണത്തെ പ്രത്യേകത എന്തെന്നാൽ ഏതാണ്ട് 2500 മുകളിലേക്ക് രജിസ്ട്രേഷൻ ഇതിനോടകം തന്നെ ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതേ ഈ റെഡ് കാർപ്പറ്റിനപ്പുറത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ആ വേദിയാണ്. ആ വേദിയിൽ അല്പസമയത്തിനകം നമ്മുടെ പ്രധാനപ്പെട്ട ഗസ്റ്റുകളെല്ലാം തന്നെ ചീഫ് ഗസ്റ്റുകളെല്ലാം തന്നെ എത്തിച്ചേരും. അവിടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ആ വേദിയിലാണ് നടക്കാൻ പോകുന്നത്. തുടർന്ന് 8:30 സിനിമാ താരം ജയസൂര്യ നമ്മുടെ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യും. ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും നേരെ മേനകയിലേക്ക് ഹൈക്കോടതി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തേക്കാണ് നമ്മുടെ 5 കിലോമീറ്റർ ദൂരം സെറ്റ് ചെയ്തിരിക്കുന്നത്. 15 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഒരു വിഭാഗം, 30 വയസ്സിന് മുകളിലേക്ക് മറ്റ് ഒരു വിഭാഗം എന്ന രീതിയിലാണ് നമ്മുടെ ഈ പരിപാടി ഇതുവരെയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞത് ഇതിന്റെ അരങ്ങിലും അണിയറയിലും ഒക്കെ പ്രവർത്തിച്ച മഹാരഥന്മാരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഇതുവരെയുള്ള നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. ശ്രീരാജ്, ഒരു നിമിഷം എന്താ ഇതിന്റെ ഇതുവരെയുള്ള ശ്രീരാജ് ഓടിക്കളഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടറാണ്. നിറഞ്ഞ് കവിഞ്ഞ രജിസ്ട്രേഷൻ കൗണ്ടർ. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും നമ്മുടെ ഈ പിങ്ക് മിഡ് നൈറ്റ് റൺ അതൊരു ചരിത്ര സംഭവമാകാൻ പോകുന്നു എന്നുള്ളത്. എവിടെ നിന്നാണ് വരുന്നത്? കാക്കനാട്. നമ്മുടെ മുമ്പുള്ള പിങ്ക് മിഡ് നൈറ്റ് റണ്ണിൽ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതിന്റെ അനുഭവം കഴിഞ്ഞ വർഷത്തെ അത് ഫസ്റ്റ് മാരത്തോൺ ആയിരുന്നു എൻ്റെ. അതിനുശേഷം കുറെ മാരത്തോൺ ഓടാനുള്ള ഒരു ചാൻസ് കിട്ടി. സാരി ഉടുത്ത് എന്തുകൊണ്ട് ഓടിക്കൂടാ? അടിപൊളിയാ. ദിവ്യ. ഞാൻ ആലുവ. കാക്കനാട്. അപ്പോ നമ്മുടെ ഈ രജിസ്ട്രേഷൻ കൗണ്ടർ ഒന്ന് അഭിജിത്ത് ആ രജിസ്ട്രേഷൻ കൗണ്ടർ ഒന്ന് കാണിച്ചു കൊടുക്കണം. വലിയ തിരക്ക് 6 മണി മുതൽ നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് വലിയ തിരക്ക് കാണാനുണ്ടായിരുന്നു. ഈ തിരക്ക് തന്നെയാണ് ഇത് നമ്മുടെ ഏതാണ്ട് 2500-ൽ പരം ഓൺലൈൻ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട് ഈ പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന് വേണ്ടി. അതിന്റെ സ്പോട്ട് രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജേഴ്സിയൊക്കെ ഇട്ട് അല്പസമയത്തിനകം 8:30 ജയസൂര്യ സിനിമാ താരം ജയസൂര്യ ഇത് ഉദ്ഘാടനം ചെയ്യും, ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിനുശേഷം ഈ പിങ്ക് മിഡ് നൈറ്റ് റൺ ആരംഭിക്കും. രാത്രി ഇത് ഏറ്റവും ആകർഷകമായ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജയസൂര്യ മാത്രമല്ല നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തൊക്കെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എവിടെയാ വരുന്നത്? മുമ്പ് ഇതുപോലെ മാരത്തോണിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ 24 പങ്കെടുത്തിട്ടുണ്ട്. ഉന്മേഷം, നമ്മുടെ മുമ്പൊക്കെ ഉള്ള നമ്മുടെ മാരത്തോണിലൊക്കെ പങ്കെടുത്ത അനുഭവ പരിചയമുള്ളവരൊക്കെ തന്നെയാണ് ഇത്തവണയും വന്നിട്ടുള്ളത്. അതായത് ഈ പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ ഈ ആൾക്കൂട്ടം തന്നെയാണ് നമ്മുടെ ഈ പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ സ്വീകാര്യതയ്ക്ക് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. വീണ്ടും ചരിത്രത്തിലേക്ക് 2 തവണ വൻ വിജയമായ പിങ്ക് മിഡ് നൈറ്റ് റൺ ഈ 3-ാം തവണ ചരിത്രത്തിലേക്ക് നടന്നു കയറാൻ പോവുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതിന്റെ ഫ്ലാഗ് ഓഫിന്. ശരി, എസ് ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മളിനി പത്തനംതിട്ടയിലേക്ക് പോകുന്നു. കാഴ്ച പരിമിതിയുള്ളയാൾ റോഡിലെ കുഴിയിൽ വീണു. കുടിവെള്ള പൈപ്പ് പൊട്ടിയാണ് റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടത്. 4 ദിവസമായിട്ടും കുഴിയടയ്ക്കാൻ നടപടി ഇല്ലാത്തതാണ് ഇതിന് വഴിവെച്ചത് എന്ന് നാട്ടുകാർ പറയുന്നു. AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് ഉന്മേഷ നഗരത്തിലെ പ്രധാന പാതയിൽ, അതായത് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന ഭാഗത്താണ് ഈ റോഡ് ഇത്തരത്തിൽ പൊളിഞ്ഞിരിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ കുടിവെള്ള പൈപ്പ് പൊട്ടിയാണ് ആ റോഡിൽ വലിയ കുഴി രൂപപ്പെടുന്നത്. ഈ കുഴിയിലാണ് ഇപ്പോൾ ഇന്ന് കാഴ്ച പരിമിതിയുള്ള ആൾ കുഴഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ കുഴിയിൽ വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത് 4 ദിവസം കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ കുഴി അടയ്ക്കാൻ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ശില്പ സിൽക്സിനോട് ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുഴി ഈ വ്യാപാര സ്ഥാപനത്തെ സംബന്ധിച്ചും ഈ കുഴിയിലേക്ക് വെള്ളമൊക്കെ ഒഴുകുമ്പോൾ അത് അവരുടെ അണ്ടർഗ്രൗണ്ടിലുള്ള കടകളിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വ്യാപാരികളെ സംബന്ധിച്ചും കാൽനട യാത്രക്കാരൊക്കെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ഈ റോഡ് ഈ അടുത്ത് പണി പൂർത്തിയാക്കിയ റോഡാണ്. ആ റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു ഭീമൻ കുഴി ഉണ്ടാകുന്നത്. ആ കുഴി ഇപ്പോൾ വ്യാപാരികൾക്കും നാട്ടുകാർക്കും ഒക്കെ വലിയൊരു വള്ളിയായി മാറിയിരിക്കുകയാണ്. ഇന്നാണ് ഒരാൾ ഈ കുഴിയിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായത്. കാഴ്ചാപരിമിതി ഇല്ലാത്ത ആളാണ് വീണ്. എന്തായാലും നാട്ടുകാർ ഉടൻ തന്നെ ഇയാളെ രക്ഷപ്പെടുത്തുകയും പത്തനംതിട്ട ജനറൽ പ്രാഥമിക ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തു. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. എന്തായാലും ഈ കുഴി ഒരു വില്ലനാവുകയാണ് പത്തനംതിട്ട നഗരത്തിൽ. ഉന്മേഷ്, AV ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. വിനീത വിജയത്ത് അറിയിക്കുന്നുണ്ട്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷമെന്ന വാർത്ത. ഒരു മരണം, 27 പേർക്ക് പരിക്കേറ്റു. സുരക്ഷാ സേനയും കുക്കി വിഭാഗക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. മണിപ്പൂരിൽ അങ്ങനെ വീണ്ടും സംഘർഷം.
കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശൂർ. കലാ സാംസ്കാരിക കേന്ദ്രങ്ങളായ കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി എന്നിവയുടെ ആസ്ഥാനങ്ങൾ തൃശൂർ നഗരഹൃദയത്തിൽ തന്നെയാണ്. സാംസ്കാരിക നഗരിക്ക് അഭിമാനമായാണ് സംഗീത നാടക അക്കാദമിക്ക് സമീപം ടൂറിസം വകുപ്പിന്റെ ഭൂമിയിൽ കൂത്തമ്പലം നിർമ്മിച്ചത്. പക്ഷേ 2011 നിർമ്മാണം പൂർത്തിയാകാനിരിക്കെ കൂത്തമ്പലം അഗ്നിക്കിരയായി. പിന്നീട് അങ്ങോട്ട് എല്ലാ നാടകോത്സവ കാലത്തും ഇവിടെ താൽക്കാലിക വേദിയാണ് ഒരുക്കാറുള്ളത്. രാജ്യത്തിന് തന്നെ മാതൃകയാകേണ്ട കൂത്തമ്പലമാണ് ഇങ്ങനെ അവശേഷിക്കുന്നത്. സംഗീത നാടക അക്കാദമിക്ക് കൂത്തമ്പലം കൈമാറി. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയാൽ ഉണ്ടാകുന്ന നേട്ടം ചെറുതാകില്ല. അന്താരാഷ്ട്ര നാടകോത്സവത്തിന് അരങ്ങുണരുമ്പോൾ കാട് വെട്ടിത്തെളിച്ച് ഈ വേദി ഒരുക്കും. വൻമരങ്ങൾക്കും വള്ളിപ്പടർപ്പുകൾക്കും കീഴെ അസ്ഥികൂടം കണക്കെ നിൽക്കുന്നത് കലയുടെ കേളിക്ഷേത്രമാണ്. രാജ്യത്തിനു തന്നെ മാതൃകയാകേണ്ടിയിരുന്ന കൂത്തമ്പലം ദുരൂഹതയുടെയും അനാസ്ഥയുടെയും കേന്ദ്രമായി കിടക്കാൻ തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ടടുക്കുന്നു. ക്ഷേത്രത്തിന് പുറത്ത് മരമുപയോഗിച്ച് നിർമ്മിക്കുന്ന ആദ്യത്തെ കൂത്തമ്പലം എന്ന ഖ്യാതിയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനിടയിലാണ് 2011 ഡിസംബർ 12 പുലർച്ചെ കലാകേന്ദ്രം അഗ്നിക്കിരയായത്. കോടികളുടെ ആസ്തി ദുരൂഹ രീതിയിൽ കത്തിച്ചാമ്പലായിട്ടും തെളിവില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിച്ചു. നിർമ്മാണം പൂർത്തീകരിക്കാനായില്ലെങ്കിലും കൂത്തമ്പലം സംഗീത നാടക അക്കാദമിക്ക് കൈമാറണമെന്ന് കാട്ടി വിനോദസഞ്ചാര വകുപ്പിന് സാംസ്കാരിക വകുപ്പ് കത്ത് നൽകിയെങ്കിലും മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല. പലതവണയും ഇറ്റ്ഫോക്കടുക്കുമ്പോൾ കൂത്തമ്പലം സ്ഥിരം വേദിയാക്കുമെന്ന വാഗ്ദാനം ഉയരും. പിന്നെ അത് വെറും വാക്കിലൊതുങ്ങും. കൂത്തമ്പലം സംഗീത നാടക അക്കാദമിക്ക് വിട്ടു നൽകുകയാണെങ്കിൽ നേട്ടമാകുമെന്ന സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി. അത് കത്തി നശിച്ചുപോയെങ്കിലും അന്ന് തീരുമാനിച്ചതുപോലെ സംഗീത നാടക അക്കാദമിക്ക് വിട്ടുകൊടുക്കണമെന്നും വിട്ടുതരണമെന്നും അതിൻ്റെ മേൽക്കൂര നിർമ്മിച്ച് അതിനെ ഒരു മികച്ച തിയേറ്ററാക്കി മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഗീത നാടക അക്കാദമി അതിന് മുൻകൈയെടുക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ഷോകൾ നടക്കുന്ന ഒരു മികച്ച ഇൻറ്റിമേറ്റ് തിയേറ്ററാക്കി അതിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. നിലവിൽ പ്രാഥമികമായി നടത്തിയ ബലപരിശോധനയിൽ കൂത്തമ്പലത്തിന് കാര്യമായ ബലക്ഷയമില്ലെന്നാണ് കണ്ടെത്തൽ. കൂത്തമ്പലം കൈമാറ്റം ചെയ്താൽ ചുരുങ്ങിയ ചിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാകും. സാംസ്കാരിക നഗരിക്ക് അഭിമാനമായിടം കാടുമൂടി. എല്ലാം വെന്തു വെണ്ണീറായി എന്ന് കരുതിയെടുത്ത് കനലെരിയുകയാണ്. നാളത്തെ തലമുറയ്ക്കായെങ്കിലും ഈ കൂത്തമ്പലം വീണ്ടെടുക്കണം. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നത് ഇടുക്കി പീരുമേട്ടിലേക്കാണ്. അവിടെ 100-ലധികം തോട്ടം തൊഴിലാളികളുടെ ദുരിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മൈക്രോ ഫിനാൻസിലേക്ക് തിരിച്ചടച്ച വായ്പ ഇടനിലക്കാർ തട്ടിച്ചതോടെ എന്ത് ചെയ്യണം എന്നറിയാതെ വലയുകയാണിവർ. പിരിച്ചെടുത്ത തുക ഇടനിലക്കാർ ബാങ്കിൽ അടയ്ക്കാതെ വന്നതോടെ തൊഴിലാളികളുടെ സിബിൽ സ്കോറിനെ ബാധിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് DGP അടക്കമുള്ളവർക്ക് തൊഴിലാളികൾ പരാതി നൽകി. ഉയർന്ന പലിശ നിരക്കിലും അത്യാവശ്യ സാഹചര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് തോട്ടം തൊഴിലാളികൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നത്. എന്നിട്ടും ഒരു തവണ പോലും അടവ് മുടക്കാത്ത തോട്ടം തൊഴിലാളികളെയാണ് സ്ഥാപനം ഏർപ്പെടുത്തിയ ഏജന്റുമാർ നിഷ്കരുണം വഞ്ചിച്ചത്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് ഫിനാൻസ് ഇൻക്ലൂഷൻ എന്ന സ്ഥാപനത്തിന്റെ മുണ്ടക്കയം ശാഖയിൽ നിന്നാണ് പീരുമേട്ടിലെ തൊഴിലാളികൾ വായ്പയെടുത്തത്. 2018 മുതൽ വായ്പ നൽകി തുടങ്ങി. പീരുമേട് താലൂക്കിലെ 3 പഞ്ചായത്തുകളിൽ നിന്നുമായി 2800 പേർക്കാണ് വായ്പ നൽകിയത്. ഇതിൽ 1000-ലധികം പേർ വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തു. ബാക്കിയുള്ളവർ ഇപ്പോഴും തുക അടയ്ക്കുന്നുണ്ട്. സ്ഥാപനത്തിന്റെ കളക്ഷൻ ഏജന്റുമാർ ഓരോ പ്രദേശത്തെയും ലീഡർമാരുടെ വീട്ടിലെത്തിയാണ് പണം വാങ്ങിയിരുന്നത്. എന്നാൽ ഇതിൽ പലരും തുക കൃത്യമായി ബ്രാഞ്ചിൽ അടച്ചില്ല. ഇതുമൂലം 100-ലധികം പേരുടെ സിവിൽ സ്കോർ താഴ്ന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുൾപ്പെടെ വായ്പയ്ക്കായി മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ എത്തിയപ്പോഴാണ് മിക്കവരും ഇക്കാര്യം അറിയുന്നത്. ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് 2 വർഷത്തോളമായി ഇവർ ഓഫീസ് കയറിയിറങ്ങുകയാണ്. ഈ മൊത്തം 3 പഞ്ചായത്തുണ്ട്. കുമളി പഞ്ചായത്ത്, പീരുമേട്, വണ്ടിപ്പെരിയാർ പഞ്ചായത്ത്. ഈ 3 പഞ്ചായത്തിൽ 2800 മെമ്പർമാർ അടുത്തുണ്ട്. ഇതിൽ 1000 മെമ്പർമാർ അടുത്ത് ലോൺ അടച്ചു കാണും. ഈ 1000 മെമ്പർമാരും 14 ലീഡർമാരുണ്ട്. ഈ 14 ലീഡർമാരിലും മൊത്തം 2800-ൽ 1000 പേർ അടുത്ത് അടച്ചതിൽ 1800 പേർക്ക് ഇതിൽ പ്രശ്നമുണ്ട്. ഇതിൽ ഒരു 800 പേർക്ക് പ്രശ്നമുണ്ട്. 1000 പേര് ഇനി അടയ്ക്കാൻ കിടക്കുമായിരിക്കും. അതുകൊണ്ട് ഇതിൽ എൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ 88 പേർക്ക് സിബിൽ മാറാൻ കിടക്കുക, 77 പേർക്ക് ഫുള്ളും അടച്ചു തീർത്തവർ, ബാക്കിയുള്ള 160 ആൾക്കാരുടെ അടുത്ത്
ഇനി അടയ്ക്കാൻ കിടക്കുക. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും സിബിൽ സ്കോർ പ്രശ്നം പരിഹരിക്കാതെ വന്നതോടെ DGPക്കും പീരുമേട് ഡിവൈഎസ്പിക്കും പരാതി നൽകി. ഡിവൈഎസ്പി സ്ഥാപനത്തിന്റെ അധികൃതരുമായി ചർച്ച നടത്തിയതോടെ പ്രശ്നം പരിഹരിക്കാമെന്ന് സമ്മതിച്ചെങ്കിലും തീരുമാനമായിട്ടില്ല. അടിയന്തരമായി പരിഹാരമുണ്ടായില്ലെങ്കിൽ നൂറുകണക്കിന് തോട്ടം തൊഴിലാളികൾ കൂടുതൽ പ്രതിസന്ധിയിലാകും. മഞ്ഞും മഴയും കൊണ്ട് രാവന്തിയോളം പണിയെടുത്താണ് തോട്ടം തൊഴിലാളികൾ ഓരോ രൂപയും സ്വരൂകൂട്ടുന്നത്. ആ പൈസ തട്ടിച്ചെടുത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം. സിവിൽ സ്കോർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തൊഴിലാളികൾക്ക് ശാശ്വതമായൊരു പരിഹാരവും ഉണ്ടാക്കി നൽകേണ്ടതാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. 2 വർഷത്തോളമായി ഈ തൊഴിലാളികൾ ഇങ്ങനെ ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ഞാൻ വന്ന് ഭാരതി ഫൈനാൻസ് ലോൺ എടുത്തിട്ട് ഫുള്ള് അടച്ച് തീർത്തതാണ്. പക്ഷേ എനിക്ക് ഇപ്പം എവിടെ പോയാലും ലോൺ എടുക്കാൻ പറ്റത്തില്ല. ബെൻഡിങ് ഉണ്ട്, കുടിശ്ശിക ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുക. ഇപ്പോൾ ലോണൊക്കെ പാസ്സായി വരും, ലാസ്റ്റ് ആകുമ്പോൾ എനിക്ക് കിട്ടത്തില്ല. എൻ്റെ ചെറുക്കൻ കോളേജിൽ പഠിക്കുക, ഫസ്റ്റ് ഇയർ. ഫീസ് അടയ്ക്കണം, നാളെ അടയ്ക്കണം, 26,000 അടയ്ക്കണം നാളെ. ഞങ്ങൾ ഇസ്റ്റേറ്റിൽ കൂലിപ്പണി ചെയ്ത് ലോണൊക്കെ മേടിച്ചല്ല പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ഒന്നും മുതലൊന്നുമില്ല ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ പോയി നോക്കുമ്പം കിട്ടത്തില്ല ലോൺ. ഇന്നലെയൊക്കെ എൻ്റെ ചെറുക്കൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരുടെയും സേവിൽ മാറി കിട്ടണം. എത്ര ജനങ്ങളുണ്ടോ അത്രയും ജനങ്ങളുടെ സേവിൽ മാറി ഞങ്ങൾക്ക് കിട്ടണമെന്നാണ്. അതേപോലെ തന്നെ ഈയിടെ യശോദ എന്ന് പറയുന്ന അതിനാണെങ്കിൽ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. കൊച്ചിൻ്റെ ഒരു കല്യാണാവശ്യം വരുന്ന അതിന് ഞാൻ ഈ മിനിങ്ങാന്ന് എല്ലാൻ്റെയിൽ ലോൺ വെച്ചപ്പോൾ അവരും പറയുന്ന സേവിലാന്നാണ് പറയുന്നത്. കല്യാണാവശ്യങ്ങൾക്ക് പോലും അവർക്ക് ലോൺ എടുക്കാൻ പറ്റിയില്ലാത്ത ഒരിതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സേവിൽ മാറ്റി തരണം. അപ്പോൾ അതാണ് അവരുടെ ആവശ്യം. അടിയന്തര നടപടി ആ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, അത് ശ്രീനാഥ് ചന്ദ്രൻ അറിയിക്കുന്നു. ഹംപിയിൽ അവിടെ കൂട്ടബലാത്സംഗം നടന്നിരുന്നു. ആ 3 പ്രതികളിൽ 2 പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വാർത്ത. സായി മല്ലു, ചേതൻ സായി എന്നീ പ്രദേശവാസികൾ പിടിയിലായി എന്നാണ് ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ അറിയിക്കുന്നത്. മറ്റൊന്ന്, ഈ കുട്ടികൾക്കിടയിലെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് VC-മാരുടെ യോഗം വിളിച്ചിരിക്കുന്നു സംസ്ഥാനത്ത് ഗവർണർ എന്നുള്ള വാർത്ത വരുന്നു. വൈസ് ചാൻസലർമാരുടെ യോഗം തിങ്കളാഴ്ച ചേരും. ലഹരി ഭീഷണിയെ എങ്ങനെ നേരിടാം എന്ന് ചർച്ച ചെയ്യും എന്നാണ് ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ അറിയിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. കർണാടക ഹംപിയിലെ കൂട്ടബലാത്സംഗ കേസിലെ 3 പ്രതികളിൽ 2 പേർ പിടിയിൽ. സായി മല്ലു, ചേതൻ സായി എന്നിവരാണ് പിടിയിലായത്. 2 പേരും പ്രദേശവാസികളാണ്. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, 3 പ്രതികളാണ് ആകെ ഈ കേസിലുള്ളത്. അതിൽ 2 പേര് ഇതിനോടകം പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. ഗംഗാവതി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. 6 സംഘങ്ങളെ തിരിഞ്ഞാണ് ഇവരുടെ അന്വേഷണം നടക്കുന്നത്. അതിലാണ് ഇപ്പോൾ 2 പേർ, നേരത്തെ പേര് സൂചിപ്പിച്ച 2 പേരെ പിടികൂടാൻ കഴിഞ്ഞത്. ഗംഗാവതിയിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ് ഇവർ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച രാത്രി ഏതാണ്ട് 11:30യോടെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഇസ്രായേലി യുവതി അടക്കമുള്ള 5 സംഘം, അതിൽ ഒരാൾ ഹോം സ്റ്റേ നടത്തിപ്പുകാരിയാണ്. ഇവരടക്കമുള്ള 5 സംഘത്തെയാണ് 3 പേർ എത്തി ആക്രമിച്ചത്. ഇതിൽ ഒപ്പമുണ്ടായിരുന്ന പുരുഷന്മാരെ കനാലിലേക്ക് തള്ളിയിട്ടതിന് ശേഷമാണ് യുവതികളായ 2 പേരെ, ഇസ്രായേലി യുവതി അടക്കം ഉള്ള 2 പേരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. പിന്നീട് കനാൽ വീണതിൽ ഒരാൾ ഒഡീഷ സ്വദേശിയെ പിന്നീട് മരിച്ച നിലയിൽ ഇന്നിപ്പോൾ രാവിലെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടബലാത്സംഗം ഒപ്പം തന്നെ കൊലപാതകം എന്നീ 2 കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത്. ഏതായാലും പ്രതികളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ശരി ശ്രീനാഥ്, ആ ശബ്ദത്തിൽ ചെറിയൊരു പതർച്ചുണ്ട്, അതുകൊണ്ട് കൂടിയാണ് ഇടപെടുന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പ്രതികളിൽ 2 പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നുവെന്നാണ് ശ്രീനാഥ് അറിയിച്ചത്. കഴിഞ്ഞ 27 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു കൂട്ടം സ്ത്രീകൾ തൊഴിലവകാശത്തിനു വേണ്ടിയുള്ള സമരത്തിലാണ്. വനിതാ ദിനത്തിലും പൊരുവെയിലത്ത് സമരം ചെയ്യുന്ന സ്ത്രീകളെ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല. വനിതാ ദിനത്തിലെ വനിതാ മഹാസംഗമവും കടന്ന് സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആശമാരുടെ തീരുമാനം. വനിതാ ദിനം ആഘോഷിക്കുന്നതിനും ആശംസിക്കുന്നതിനും സർക്കാരിന് ഒരു പിശുക്കുമില്ല. പക്ഷേ ഇതുവരെ ഈ വനിതകളുടെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടായിട്ടില്ല. 27 ദിവസം പിന്നിടുന്ന ഈ വനിതാ സമരത്തെ നോക്കി പരിഹസിക്കുകയാണ് സർക്കാർ. അധികമാരും ശ്രദ്ധിക്കാതെ ആരംഭിച്ചൊരു സമരം. ആദ്യ 7 ദിവസം രാഷ്ട്രീയ പാർട്ടികളുടെ പൂർണ്ണ പിന്തുണ പോലുമില്ലായിരുന്നു. പതുക്കെ പതുക്കെ പ്രതിപക്ഷം സമരത്തിന് പിന്തുണ നൽകി രംഗത്തെത്തി. സമരം തുടങ്ങുമ്പോൾ ആവശ്യങ്ങളിലൊന്ന് മുടങ്ങിക്കിടന്നിരുന്ന ഓണറേറിയം നൽകണമെന്നുള്ളതായിരുന്നു. സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരം ചൂടുപിടിച്ചു തുടങ്ങിയതോടെ അനുനയത്തിനുള്ള സർക്കാർ നീക്കം.
ഓണറേറിയം കുടിശ്ശിക നൽകി സമവായ ശ്രമം. എന്നാൽ ന്യായമായ ആവശ്യങ്ങളിൽ മറ്റു പലതുമുണ്ടായിരുന്നു. ആ തൊഴിലവകാശ സമരത്തെ പിന്നീട് സർക്കാർ നേരിട്ടത് മറ്റു വഴികളിൽ. വകുപ്പ് മന്ത്രി പോലും സമരക്കാരെ ആക്ഷേപിച്ചു. പലതരത്തിലുള്ള അധിക്ഷേപം ഇപ്പോഴും തുടരുന്നു. യഥാർത്ഥ ആശമാരോട് ചർച്ചയാകാമെന്ന ആരോഗ്യമന്ത്രിയുടെ പരാമർശം ഇന്നും പ്രതിഷേധത്തിനിടയാക്കി. ശൈലജ ടീച്ചർ തന്നതാണ്. ഞങ്ങൾ കൊറോണ സമയത്ത് വർക്ക് ചെയ്തപ്പോൾ ശൈലജ ടീച്ചർ തന്നതാണ്. ഞങ്ങൾ യഥാർത്ഥ ആശാ വർക്കർമാർ കഷ്ടപ്പെട്ട് പനി ഈ കൊറോണ സമയത്ത് ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ കുടുംബത്തെ നോക്കാതെ മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അധ്വാനിച്ചതിന് ഞങ്ങൾക്ക് തന്നതാണ് ശൈലജ ടീച്ചർ. ഈ ഇപ്പോഴിരിക്കുന്ന ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് എന്തോന്നറിയാം? വനിതാ ദിനത്തിലും സമരം ചെയ്യേണ്ടി വന്ന ഈ സ്ത്രീകളെ ഇങ്ങനെയായിരുന്നോ പരിഗണിക്കേണ്ടിയിരുന്നത്? ഓണറേറിയം 21,000 ആക്കി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക എന്നതായിരുന്നു മറ്റ് ആവശ്യങ്ങൾ. ഒരു ഇടത് സർക്കാരിന് എങ്ങനെ ഇത്തരം ആവശ്യങ്ങൾ അനാവശ്യമാകും? അട്ടിമറി സമരമെന്ന് ഇടത് നേതാക്കൾ വിശേഷിപ്പിക്കുമ്പോൾ തൊഴിലവകാശങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുകയല്ലേ? They do the work of caring for society, which really should be done by our governments for us, right? We want to live in a world where there is equality and justice, but also love and care. Both the things should be together. സമരാവശ്യങ്ങൾ പരിഗണിക്കുന്നത് പോട്ടെ, ഈ സമരക്കാരെ പരിഹസിക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കാട്ടണം. പാട്ടപ്പിരിവുകാർ എന്നും സാംക്രമിക രോഗം പരത്തുന്ന കീടങ്ങളെന്നും വിളിക്കുന്ന ഈ സ്ത്രീപക്ഷ നിലപാട് കള്ളമാണ്. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. മണിപ്പൂരിലേക്കാണ്. അവിടെ വീണ്ടും സംഘർഷമെന്ന വാർത്ത വരുന്നു. സുരക്ഷാ സേനയും കുക്കി വിഭാഗക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. ഒരാൾ മരിച്ചു, 27 പേർക്ക് പരിക്കേറ്റു. വിനീത വിജി ഡൽഹിയിൽ നിന്ന്. വിനീത, ഏത് മേഖലയിലാണ് സംഘർഷം? വിവരങ്ങൾ വിനീത. ഉന്മേഷ്, കാങ്പോപ്പിയിലാണ് ഈ സംഘർഷമുണ്ടായത്. ഈ രാഷ്ട്രപതി ഭരണം തുടരുന്ന മണിപ്പൂരിൽ ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി ഇന്ന് ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ചുരാചന്ദ്പൂരിലും ഒപ്പം തന്നെ കുക്കി ആധിപത്യ മേഖലയായ കാങ്പോപ്പിയിലുമായിരുന്നു ഈ ബസ് സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സർവീസ് ഈ ആളുകൾ ഇടപെടുകയും ഈ കുക്കി വിഭാഗക്കാരെ തടയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഈ സംഘർഷത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിയത്. സർക്കാർ ബസിന് നേരെ കല്ലെറിയുകയും പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ ഈ സംഘർഷത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതൊരു വനിതയാണെന്നൊരു സൂചനകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അത് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതിഷേധക്കാരിലും സുരക്ഷാ സൈനികരിലും നിന്ന് ഏതാണ്ട് 27ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നൊരു വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. ഈ അക്രമകാരികൾ ഒരു വാഹനത്തിന് തീയിട്ടതായിട്ടും ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്. സുരക്ഷ വലിയ രീതിയിൽ ആ മേഖലയിൽ ഇപ്പോൾ കൂടുതൽ സുരക്ഷയടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ തുടരുന്നതിനിടെയാണ് മണിപ്പൂരിൽ വീണ്ടും ഇങ്ങനെയൊരു സംഘർഷം കൂടി ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, വിനീത വിജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ ആശാ വർക്കേഴ്സിന്റെ സമരം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. സർക്കാരിന് കണ്ണിൽ ചോരയില്ലേ എന്നാണ് ജോസ്വിൻ ജോസഫിന്റെ ചോദ്യം. ആവശ്യങ്ങൾക്ക് ഒരു പരിഹാര നടപടി ഉണ്ടായിക്കൂടെ എന്ന് വസന്തകുമാരി ചോദിക്കുന്നു. ഈ വനിതാ ദിനത്തിലും ആശാ വർക്കേഴ്സിനോട് സർക്കാർ കാണിക്കുന്ന നീതി എന്നാണ് എബ്രഹാം തോമസിന്റെ പ്രതികരണം. പ്രേക്ഷകർ ആ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നു, അഭിപ്രായം പറയുന്നു. കോട്ടയം മാങ്ങാനത്ത് ജനവാസ മേഖലയിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് വരുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സ്കൂളും ആരാധനാലയങ്ങളുമുള്ള പ്രദേശത്ത് ദൂരപരിധി പാലിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതിനോടകം ശക്തമായ സമരങ്ങളും ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. മദ്യശാലകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം നടന്നിട്ടുള്ള മണ്ണാണ് മാങ്ങാനത്തേത്. ഒരിക്കൽ കള്ള് ഷാപ്പുകൾ കൊണ്ടുവരാനുള്ള നീക്കം പോലും ഇവിടുത്തെ നാട്ടുകാർ ചെറുത്തു തോൽപ്പിച്ചിരുന്നു. എന്നാൽ ഈ നാട്ടുകാരുടെയെല്ലാം കണ്ണിൽ പൊടിയിട്ടാണ് ബീവറേജസ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ നീക്കം നടക്കുന്നത്. ജനവാസ മേഖലയിലായതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ് നാട്ടുകാർ. നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു LP സ്കൂളുണ്ട്. സ്കൂളിനോട് ചേർന്ന് നമ്മുടെ ഇങ്ങപ്പുറത്ത് ഈ സൈഡിൽ നിന്ന് കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്ക് SNDPയുടെ ഒരു ആരാധനാലയമുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആരാധനാലയങ്ങളും ഒരുപാട് സ്കൂളും ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മുടെ ഈ വഴി കൂടെ രാത്രികളിൽ വരെയും സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ വരുന്നത് നമുക്ക് എന്തുകൊണ്ടും നമുക്കതൊരു അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സ്കൂളുകളും ആരാധനാലയങ്ങളുമുള്ള പ്രദേശത്ത് ദൂരപരിധി പോലും പാലിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. കേരള മദ്യവർജന പ്രസ്ഥാനം അത് തുടക്കം കുറിച്ചത് മാങ്ങാനത്താണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലാണ് മദ്യവർജനത്തിനുള്ള ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്. ആ നാട്ടിൽ ഇത്തരത്തിലൊരു ബിവറേജിന്റെ ഔട്ട്ലെറ്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ഒരു അവഹേളനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ അനുവദിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. പുതുപ്പള്ളി കോട്ടയം റൂട്ടിൽ മാങ്ങാനം ജംഗ്ഷനിലാണ് പുതിയ ഔട്ട്ലെറ്റ് തുറക്കാൻ നീക്കം നടക്കുന്നത്. ദൂരപരിധി നിയമം മറികടക്കാൻ ഗേറ്റ് പിൻവശത്തേക്ക് മാറ്റി മതിൽ കെട്ടിത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി വീടുകളുള്ള പ്രദേശമായതിനാൽ ഇതും നാട്ടുകാർക്ക് ദുരിതമാകും. അതുകൊണ്ട് തന്നെ പദ്ധതിക്കെതിരെ നാട്ടുകാർ സംഘടിച്ച് പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സമരവുമായി രംഗത്തുണ്ട്.
വലിയ തിരക്കുള്ള ഒരു ജംഗ്ഷൻ കൂടിയാണ് മാങ്ങാനം. അവിടെ ഈ ബിവറേജസ് ഔട്ട്ലെറ്റ് കൂടി വന്നാൽ ഉണ്ടാകാവുന്ന ഗതാഗതക്കുരുക്കും മറ്റും ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രതിഷേധം മാനിച്ച് ഔട്ട്ലെറ്റ് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഇവിടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ സൂചിപ്പിച്ചൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഇനി പോവുകയാണ്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗത്തിൽ VC-മാരുടെ യോഗം വിളിച്ച് ഗവർണർ രാജേന്ദ്ര ലേക്കർ. തിങ്കളാഴ്ചയാണ് യോഗം. ലഹരി ഭീഷണിയെ എങ്ങനെ നേരിടാം എന്നത് ചർച്ചയാകും. ഉമേഷ് ബാലകൃഷ്ണനോട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഏറ്റവും നിർണായകമായ ഒരു നടപടിക്രമത്തിലേക്ക് ഗവർണർ കടക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ, അതായത് പുതിയ ഗവർണറായി രാജേന്ദ്ര അർലേക്കർ ചുമതലയേറ്റ ശേഷം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നേരിട്ട് ഒരു ഇടപെടലും ചാൻസലർ എന്ന നിലയ്ക്ക് നടത്തിയിരുന്നില്ല. പക്ഷേ അത്തരമൊരു ഇടപെടലിലേക്ക് കടക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് സമീപകാലത്തുണ്ടായ വാർത്തകൾ, പ്രത്യേകിച്ച് സർവകലാശാലകളിലും ഈ കോളേജുകളിലും നടക്കുന്ന വലിയ രീതിയിലുള്ള ലഹരി ഉപയോഗവും അതേ തുടർന്നുണ്ടായ അക്രമങ്ങളും, ആ സംഭവങ്ങൾക്ക് നേരിട്ട് VC-മാരുടെ യോഗം വിളിച്ചിരിക്കുകയാണ് ഗവർണർ. തിങ്കളാഴ്ച 2 മണിക്കാണ് യോഗം ചേരുന്നത്. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും ഗവർണർമാർ, അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലയിലെ VC-മാർ മാത്രമല്ല, ആരോഗ്യ സർവകലാശാല, വെറ്ററിനറി സർവകലാശാല അടക്കമുള്ള 13 സർവകലാശാലകളുടെയും VC-മാർ ഈ യോഗത്തിൽ പങ്കെടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാന അജണ്ട ലഹരി ഉപയോഗം അതെങ്ങനെ നിയന്ത്രിക്കാനാകും എന്നത് തന്നെയാണ്. എന്തായാലും ഏറ്റവും നിർണായകമായ കാര്യം, രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ഒരു നേരിട്ട് ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചാൻസലർ എന്ന് പറയുന്ന ഒരു ആലങ്കാരിക പദവിയായി നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഗവർണർ അത് അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മറികടന്നുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. സമാനമായ പാതയിലേക്ക് ഒരുപക്ഷെ പുതിയ ഗവർണർ പോകുമോ എന്നുള്ള സൂചനകൾ കൂടി ഈ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും സമീപകാലത്ത് കോളേജുകളിൽ ഇത്തരമൊരു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതാണ്. അതിന് നേതൃപരമായ സമീപനം ഗവർണർ എടുക്കുന്നു എന്നുള്ളതും പൊതുസമൂഹത്തിൽ നിന്ന് പിന്തുണ ലഭിക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഗവർണർ അത്തരമൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. തിങ്കളാഴ്ച VC-മാരുടെ യോഗം ചേരും. ആ യോഗത്തിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ ആ VC-മാരുടെ കീഴിലുള്ള കോളേജുകളിൽ നടപ്പാക്കേണ്ടിയും വരും. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കേരളം അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാടായി തന്നെ നിലനിൽക്കണം എന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന. ആരിഫ് ഹാഷ്മിയൊക്കെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ നടത്തുന്നുണ്ട്. ലഹരിക്കെതിരെ സന്ധിയില്ലാ പോരാട്ടത്തിനിറങ്ങി മലപ്പുറം ഉദുങ്ങൽ പഞ്ചായത്ത്. ലഹരി വസ്തുക്കളുടെ വിൽപ്പനയെക്കുറിച്ച് തെളിവ് സഹിതം വിവരം കൈമാറുന്നവർക്ക് 10,000 രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലഹരി വിൽപ്പന നടക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ തെളിവുണ്ടോ? ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽപ്പെട്ട ആളാണോ? നേരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോര്. 10,000 രൂപ പാരിതോഷികം വാങ്ങാം. ഭരണസമിതി ചേർന്നാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. നാട് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദുരവസ്ഥയെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതി ഈ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം. ഇത് അനുവദിച്ചുകൂടാ. ഇത് അടുത്തുള്ള പഞ്ചായത്തിൻ്റെ പരിസരത്തു നിന്ന് പോലും ഉള്ള കോട്ടേഴ്സുകൾ പോലും ഇത് പിടികൂടിയപ്പോൾ ഞങ്ങളിനി അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ മുന്നോട്ട് വന്നത്. കഴിഞ്ഞ ദിവസം ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നും 3.5 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു. നാട്ടിലിങ്ങനെ ലഹരി ഒഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ജനങ്ങളുടെ സഹായത്തോടെ ലഹരിക്ക് കടിഞ്ഞാണിടാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. ലഹരി വിൽപ്പന നടത്തുന്നവരെ പിടികൂടുന്ന എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരെ പൊതുചടങ്ങിൽ അനുമോദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുന്നവരുടെ വിലാസമടക്കം രഹസ്യമായി സൂക്ഷിക്കും. 24 മലപ്പുറം. പൊതുജനം കഴുതയുള്ള ശ്രദ്ധ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ പട്ടികയെ ചൊല്ലി വിവാദം തുടരുകയാണ്. അപാകതകൾ നിറഞ്ഞ പട്ടികയുടെ പേരിൽ പരസ്പരം പഴിചാരുകയാണ് റവന്യൂ വകുപ്പും UDF ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തും. കരടു പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഉത്തരവാദിത്തം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 3 കരട് പട്ടികയാണ് ഇതിനകം തയ്യാറാക്കിയത്. അർഹരായവർ പലരും പട്ടികയിൽ ഇടം നേടിയിട്ടില്ലെന്നാണ് ഉയർന്ന ആക്ഷേപം. അപാകതകൾ നിറഞ്ഞ പട്ടിക തയ്യാറാക്കിയതിന്റെ ഉത്തരവാദിത്തം ആർക്കെന്നതിലാണ് തർക്കം മുറുകുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപാധ്യക്ഷനായ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരമാണ് ഇപ്പോഴെന്നും സർക്കാർ ഇടപെടേണ്ട ഘട്ടമായിട്ടില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. അനാവശ്യമായ ആശങ്കകൾ വേണ്ട. ജനങ്ങൾക്ക് ആശങ്കയുണ്ടാകും. ഒരാളെയും ആ മണ്ണിൽ ഒറ്റപ്പെട്ടവരായി, വീടില്ലാത്തവരായി, ഈ ദുരന്തത്തിൽപ്പെട്ട ഒരാളെയും സർക്കാർ ഒറ്റപ്പെടുത്തില്ല. അവർക്കെല്ലാം സംവിധാനവും. പട്ടികയിൽ ജില്ലാ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തി CPI വയനാട് ജില്ലാ സെക്രട്ടറിയും രംഗത്തെത്തിയിരുന്നു. അപാകത നിറഞ്ഞ ലിസ്റ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെന്ന CPI ജില്ലാ സെക്രട്ടറി EJ ബാബു. നാളിതുവരെയായിട്ട് ഒരു പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിൽ
ഈ ലിസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്കാണ്. എന്നാൽ കാര്യങ്ങൾ അറിയാതെയാണ് CPI ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ. CPI ജില്ലാ സെക്രട്ടറി പറഞ്ഞ പടവട്ടിക്കുന്ന് എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത് എന്ന് അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായില്ല. അത് ഉൾപ്പെടാത്തത് സർക്കാരിൻ്റെ ഉത്തരവാണ്. റെഡ് സോണിൽ നിന്നും 50 മീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. 50 മീറ്ററിന് പുറത്താണ് പടവട്ടിക്കുന്നുകാർ. അവരെ ഉൾപ്പെടുത്തണമെങ്കിൽ ഈ ഉത്തരവ് ഭേദഗതി വരുത്തണം. അത് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ ഉത്തരവ് ഭേദഗതി വരുത്തേണ്ടത് സർക്കാരാണ്. റവന്യൂ മന്ത്രി ഈ 13-ന് ജില്ലയിൽ എത്തുന്നതായാണ് വിവരം. പട്ടികയിലെ കല്ലുകടി തുടരുന്ന സാഹചര്യത്തിൽ പുനരധിവാസ നടപടികൾ ഇഴയുമോ എന്നാണ് ദുരന്തബാധിതരുടെ ആശങ്ക. 24 വയനാട്. മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ആശുപത്രിയിൽ കിടത്തി ചികിത്സ മുടങ്ങിയിട്ട് 9 മാസം കഴിഞ്ഞു. ആശുപത്രി കെട്ടിടം ദുർബലം എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കിടത്തി ചികിത്സ നിർത്തിയത്. എന്നാൽ സാങ്കേതിക കുരുക്കിൽ തട്ടി പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചതുമില്ല. 100 കണക്കിന് രോഗികൾ ദിവസേന ആശ്രയിക്കുന്ന ആശുപത്രിക്കാണ് ഈ ദുർഗതി. സമരത്തിന് ഒരുങ്ങുകയാണ് ആശുപത്രി സംരക്ഷണ സമിതി. മലപ്പുറം താലൂക്ക് ആശുപത്രിക്ക് എന്താണ് സംഭവിക്കുന്നത്? ദിനംപ്രതി 1000-ലധികം രോഗികൾ ഇവിടെ എത്തുന്നുണ്ടെങ്കിലും കിടത്തി ചികിത്സ മുടങ്ങിയിട്ട് 9 മാസം കഴിഞ്ഞു. ഇവിടുത്തെ പഴയ കെട്ടിടം അൺഫിറ്റാണ് എന്ന് റിപ്പോർട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ എന്ത് തുടർ നടപടി ഉണ്ടായി എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും ഇപ്പോഴുമില്ല. 2024 പകുതിയോടെ അന്നത്തെ സൂപ്രണ്ട് താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടം ദുർബലമെന്ന് റിപ്പോർട്ട് നൽകി. ഇതോടെ പുതിയ കെട്ടിടം പണിയുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് നഗരസഭയും പ്രഖ്യാപിച്ചു. പിന്നീട് ഒന്നും സംഭവിച്ചില്ല. കിടത്തി ചികിത്സ പൂർണ്ണമായും മുടങ്ങി. അപകടത്തിൽപ്പെട്ട ഒരാൾ വന്നാൽ പ്രാഥമിക ചികിത്സ പോലും നൽകാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യേണ്ട അവസ്ഥയാണ്. കെട്ടിടം പണി ആരംഭിക്കുകയാണെങ്കിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുമെന്ന് ആശുപത്രി സംരക്ഷണ സമിതിക്ക് മലപ്പുറം നഗരസഭ ഉറപ്പു നൽകിയതാണ്. ആ പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചില്ല എന്ന് മാത്രമല്ല, സർവത്ര സാങ്കേതിക തടസ്സം. ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ റമസാൻ കഴിഞ്ഞ് ഏകദേശം ബക്രീദ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിലൊരുപാട് സാമൂഹിക, ശാരീരിക, രാഷ്ട്രീയ അങ്ങനത്തെ എല്ലാ പ്രമുഖരുണ്ട്, ആളുകളുണ്ട്. അവരൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ശക്തമായ സമരവുമായി മുന്നോട്ട് പോയിട്ട് ഈ സ്ഥാപനം ഈ രോഗികൾക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്തുന്നവരെ ഞങ്ങൾ ഈ സമരം അത് എന്നാണോ അത് ഏർപ്പെടുത്തുന്നത് അതുവരെ ഞങ്ങൾ നിരന്തരമായിട്ട് കടുത്ത പ്രക്ഷോഭത്തിലൂടെ മുന്നോട്ട് പോകണം. പഴയ കെട്ടിടം പൊളിക്കുന്ന വിഷയമാണ് പരിഹരിക്കേണ്ടത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെട്ടിടം പൊളിക്കുന്നതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും DMO ആരോഗ്യവകുപ്പിനും റിപ്പോർട്ട് കൈമാറണം. കെട്ടിടം പൊളിച്ചാൽ പ്രവർത്തനം എങ്ങനെയെന്നതിൽ വ്യക്തത വേണം. ഈ ഫയലുകളെല്ലാം നീങ്ങി പുതിയ കെട്ടിടമാകുമ്പോഴേക്കും വർഷങ്ങളെടുക്കുമെന്ന് ഉറപ്പ്. നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയുടെ അവസ്ഥയാണിത്. സീലിംഗ് ഒക്കെ വീണ് വാർക്ക് കമ്പിയൊക്കെ പുറത്ത് കാണുന്ന അവസ്ഥയാണ്. ഏത് സമയവും നിലമ്പത്താവുന്ന അവസ്ഥയില്ല. അതിൻ്റെ ഇടയിലൂടെയാണ് രോഗികളെ പോക്കും വരവുകളൊക്കെ സംഭവിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറാവും കുറച്ചും കൂടെ നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനാണെങ്കിൽ ഇപ്പം തന്നെ ഈ അഡ്മിഷൻ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ നിർത്തുന്നതിൻ്റെ മുന്നേ മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു മാസത്തോളം ഈ ആശുപത്രിയിൽ കിടന്ന. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്, തൊട്ടടുത്ത മഞ്ചേരി മെഡിക്കൽ കോളേജിനെ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ. പുതിയ കെട്ടിടത്തിനായി കേന്ദ്ര ഫണ്ടായി 10 കോടിയോളം രൂപ 2021 ലഭിച്ചതാണ്. ഇതിപ്പോഴും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. സമീപത്തെ പഞ്ചായത്തുകൾക്കെല്ലാം ആശ്രയമാണ് മലപ്പുറം താലൂക്ക് ആശുപത്രി. ജനറൽ വിഭാഗത്തിലും ഗൈനക് വിഭാഗത്തിലുമായി മാസത്തിൽ 50ഓളം ശസ്ത്രക്രിയകൾ നടക്കുന്ന ആശുപത്രി. മലപ്പുറത്തെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയാണിത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവഗണന എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ വർഷവും കെട്ടിടം പണി പുനരാരംഭിച്ചില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര ഫണ്ടായ 9 കോടി രൂപ ലാപ്സാകും എന്നുള്ളതാണ് അറിയുന്നത്. അതിന് ഇടവരുത്തരുത്. കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കണം. ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് രോഗികളെ അയക്കുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ദയനീയമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
കല്യാൺ സിൽക്സിന്റെ വയനാട് കൽപ്പറ്റയിലെ നവീകരിച്ച ഷോറൂമിന്റെ മെഗാ റീ ഓപ്പണിംഗ് ഉദ്ഘാടനം പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഷോറൂമിൽ പ്രവർത്തിക്കുന്ന കല്യാണിന്റെ യൂത്ത് ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡായ ഫാസിയുടെ ഉദ്ഘാടനം കൽപ്പറ്റ MLA ടി സിദ്ദിഖ് നിർവഹിച്ചു. കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് TJ ഐസക്, കൗൺസിലർ ഹംസ ചക്കുങ്ങൽ, BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ, കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് ചെയർമാൻ TS പട്ടാഭിരാമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഓരോ ജില്ലയിലും മലയാളം തന്നെ സംസാരിച്ചാൽ തന്നെ ഭാഷ തൊട്ട് അവരുടെ അഭിരുചി, ഭക്ഷണത്തിൻ്റെ അഭിരുചിയായാലും വസ്ത്രത്തിൻ്റെ അഭിരുചിയായാലും അതിലൊക്കെ കുറേശ്ശെ മാറ്റങ്ങൾ കാണാറുണ്ട്. ഈ 4-5 കൊല്ലം കൊണ്ട് ഞങ്ങളത് മുഴുവൻ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് ഞങ്ങൾ ഇന്ന് ഒരു വയനാടുകാരനായി മാറി അതിന് പറ്റിയ അനുയോജ്യമായ വസ്ത്രങ്ങളാണ് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇത്രയും നല്ല ഫാഷൻ പ്രോഡക്റ്റുകൾ ഈ വിലയിൽ തീർച്ചയായും മറ്റൊരു സ്ഥാപനത്തിന് കൊടുക്കാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. പൊതുജനം കഴുതൽ ശ്രദ്ധ പരിപാടിയിലേക്ക് തിരികെ. സംവിധായകൻ ദീപു കരുണാകരന് എതിരായ നടി അനശ്വര രാജന്റെ പരാതിക്ക് പരിഹാരം. തെറ്റിദ്ധാരണ മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനം. YS അഭിനന്ദുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ എന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു സംവിധായകൻ ദീപു കരുണാകരനും നടി അനശ്വര രാജുവുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ തർക്കമുണർന്നത്. എന്തായാലും ആ സമൂഹ മാധ്യമ തർക്കത്തിന് പിന്നാലെ അമ്മയിൽ പരാതി നൽകുമെന്നായിരുന്നു നടി അനശ്വര രാജൻ അറിയിച്ചത്. ഇന്ന് അമ്മയുടെ വനിതാ ദിനത്തോടനുബന്ധിച്ച് അമ്മയുടെ യോഗം കൊച്ചിയിൽ ചേർന്നു. ഇതിൽ 2 പേരും പങ്കെടുത്തിരുന്നു. അമ്മയും സർക്കാർ ഡോക്ടേഴ്സ് യൂണിയനും തമ്മിലുള്ള സമവായത്തിനാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. തെറ്റിദ്ധാരണ മൂലമുണ്ടായ പ്രശ്നമാണെന്നാണ് ഇപ്പോൾ അമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധാരണ മൂലമുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ അമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നടി അനശ്വര രാജന്റെയും ഒപ്പം സംവിധായകൻ ദീപു കരുണാകരന്റെ പ്രശ്നത്തിൽ ഇപ്പോൾ സമവായത്തിലേക്ക് അമ്മയുടെ നേതൃത്വത്തിലുള്ള ചർച്ച എത്തിയിരിക്കുകയാണ്. അത് മുന്നൊരുക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഉന്മേഷ്, ശരി. YS അഭിനന്ദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ പൊതുജനം കഴുതൽ എന്ന പരിപാടി പൂർത്തിയാവുകയാണ്.